ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ലോകപ്രകാരമായ പാപത്തോട് ലോകമനുഷ്യർ ചെയ്യുന്ന പ്രഹാരമായിട്ട് ഒരു അശുദ്ധിയുള്ള നയിക്കുന്ന ഒരു ജീവിതമല്ല. അത് പരിശുദ്ധമുള്ള ഒരു ജീവിതം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതം. നമ്മുടെ ദേഹി ആത്മാവിൽ ഒരു വിശുദ്ധി പരിശുദ്ധി കാണണം. ദൈവത്തോട് ചേർന്ന് ദൈവിക സ്വഭാവം നമ്മിൽ കാണിക്കേണ്ട രീതിയിൽ നടക്കുക. അങ്ങനെ മാത്രം പ്രാർത്ഥനയുള്ളയും വേദവചനം വായിച്ച് ധ്യാനിച്ച് നടക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ ഒരു വിശുദ്ധി ഉണ്ടായിരിക്കണം. അശുദ്ധമായിട്ട് ഒന്നും തന്നെ നാം കാണരുത്. നമ്മുടെ നാവിൽ ഒരു പരിശുദ്ധം ഉണ്ടായിരിക്കണം. നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു വാക്ക് വരാതെ ഒരു പരിശുദ്ധം നിറഞ്ഞ വാക്കുകൾ, മറ്റവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, മറ്റവർക്ക് വിശ്വാസം പകരുന്ന വാക്കുകൾ നമുക്ക് ഉണ്ടാകണം. നമ്മുടെ നടത്തയിൽ ഒരു പരിശുദ്ധം, നാം നടക്കുമ്പോൾ പോകുന്ന ഇടത്തിൽ ഒരു പരിശുദ്ധം. പരിശുദ്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പരിശുദ്ധമില്ലാത്ത വ്യക്തികളോട് കൂടെ നാം ഐക്യപ്പെടരുത്. അത് വളരെ വളരെ അർത്ഥമുള്ള ഒരു കാര്യം ദൈവം പറഞ്ഞത്. പ്രിയമുള്ളവരെ, എപ്പോഴും ഒരു പ്രാർത്ഥനയിലായിരിക്കുവാൻ നാം ഓർത്തുകൊള്ളണം. ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം. അതേപോലെ ഒരു വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് കഴിയുന്നതും ദിവസം ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു ശീലം. അനേകർ ചോദിക്കാം, എന്തിനാണ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ലോ എന്ന്. തീർച്ചയായിട്ടും ദൈവം കേൾക്കും. എവിടെ ഇരുന്നാലും നമ്മുടെ ഹൃദയത്തിന് ആഴത്തിൽ ദൈവത്തെ വിളിക്കുമ്പോൾ. പക്ഷേ പള്ളിയിൽ പോയി ഇരിക്കുമ്പോൾ അവിടെ ഒരു അന്തരീക്ഷം, ഒരു സമാധാനം നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും, ഒരു കോം എൻവിറോൺമെൻ്റ് ആയിരിക്കും. പിന്നെയും അവിടെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിനെ ആരാധിക്കുന്ന മാത്രമായ സ്ഥലം, അല്ലാതെ മറ്റു കാര്യങ്ങളില്ലാതെ പടിയാൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അധികമായിരിക്കും. നാം ക്രൈസ്തവ ജീവിതം എന്നത് വിശുദ്ധിയുള്ള ജീവിതം, ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതം. അങ്ങനെ ജീവിക്കുവാൻ നാം ഓർക്കണം. അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു ചിന്ത പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു. ദൈവം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ പലവിധമായ കഷ്ടതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ കഷ്ടതയിലൂടെ കൂടെ കടന്നു പോയിരിക്കുന്ന ഓരോ സഹോദരനോട് ദൈവം പറയുന്നു, എൻ്റെ മകനെ, നിനക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ച് ഈ ലോകത്തെ പരാജയപ്പെടുത്തി ജയിച്ച് എന്നാൽ നിൻ്റെ ജീവിതത്തിലുള്ള കഷ്ടതകളെ എടുത്ത് മാറ്റുവാൻ കളയും എന്ന് ദൈവം നമ്മോട് കൂടെ സംസാരിക്കുന്നു. ജീവിതത്തിൽ എന്ത് നിരാശകളും എന്ത് പരാജയങ്ങളും എന്ത് കഷ്ടതയും കടന്നാലും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, വേദനപ്പെടേണ്ട. ഇത് ജയിച്ച ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമുക്ക് വിടുതൽ തരുവാൻ സാധിക്കും. ഇതേപോലെ പലവിധമായ കഷ്ടതകൾ കടന്നു പോകുന്ന ഒരു സഹോദരിയായിരിക്കാം നിങ്ങൾ. ദൈവം നിങ്ങളോട് കൂടെ പറയുന്നു, എൻ്റെ പ്രിയ മകളെ, കഷ്ടത നിനക്ക് ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. നിങ്ങളുടെ എന്തൊരു കഷ്ടമായിരുന്നാലും, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കഷ്ടതയോടെ കൂടെ കടന്നു പോയാലും ദൈവം നിങ്ങൾക്ക് വിടുതൽ തരുവാൻ സാധിക്കും. വേദവചനം നാം വായിച്ചു നോക്കുമ്പോൾ എവിടെയും ദൈവത്തെ രക്ഷിക്കാനായി സ്വീകരിച്ചാൽ ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാകത്തില്ല. ഇറ്റ് വിൽ ബി ബെറ്റർ പ്രോസസ് എന്ന് ഗോഡ് എവിടെയും തന്നെ വാക്ക് കൊടുത്തിട്ടില്ല. നാം എപ്പോൾ ദൈവത്തെ സ്വീകരിക്കുന്നു, നാം എപ്പോൾ ദൈവഭയത്തോടു കൂടി ജീവിക്കുവാൻ, ഈ ദൈവത്തെ സ്നേഹിക്കുവാനും ഈ ദൈവത്തിന് ഭയപ്പെടുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ
തീരുമാനിച്ചോ അപ്പോൾ നാം ഈ ലോകത്തിൽ ശത്രുക്കളായി മാറിയിരിക്കുന്നു. പിശാചിനും അവൻ്റെ സേനകൾക്കും നാം ശത്രുവായി മാറിയിരിക്കുന്നു. അവൻ എങ്ങനെയെങ്കിലും നമ്മെ തകർക്കണമെന്ന് അവൻ അനേകരെ നമുക്ക് എതിരായിട്ട് വിടും. കാരണമില്ലാത്ത പ്രശ്നങ്ങൾ, കാരണമില്ലാത്ത കാര്യങ്ങൾ, നമ്മെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ റിലേറ്റീവ്സിനെ നാം എത്ര സ്നേഹിച്ചാലും എത്ര കരുതിയാലും അവർ നമ്മെ ഹേർട്ട് ചെയ്യുന്ന, നമ്മെ കുത്തി നോഹിക്കുന്ന വേദനിക്കരായി മാറും. അത് സംഭവിക്കും, അത് നടക്കും പ്രിയമുള്ളവരെ. എങ്കിലും ഭയപ്പെടേണ്ട. ഈ ഒരു വേദനകൾ, ഈ ഒരു കഷ്ടതകൾ എന്നേക്കുമായി ഇരിക്കത്തില്ല. അതിനൊരു പീരിയഡ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 19-ാമത്തെ വയസ്സിൽ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി. ദൈവം എന്നെ അന്വേഷിച്ചു വന്ന് എൻ്റെ ജീവിതത്തെ മാറ്റി. ഞാൻ തുടർന്ന് എൻ്റെ ചെറുപ്പകാലത്തിൽ, ഒരു യൗവനകാലത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, പാപകാര്യങ്ങൾ വിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും പലവിധമായ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നുപോയി. അതിന് വഴിയായി കടന്നുപോയി. ദൈവം ഇന്ന് അവയെല്ലാവറ്റിലും എടുത്ത് തന്ന് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ തന്നെ ചെയ്യും. നമ്മുടെ ദൈവത്തിൻ്റെ ജീവിതത്തെ തന്നെ ഓർത്ത് നോക്കുക പ്രിയമുള്ളവരെ. ദൈവം ഈ ലോകത്തിൽ മനുഷ്യകുമാരനായിട്ട് അവതരിച്ചു. 30 വർഷം ദൈവം ജീവിച്ച് അതിനുശേഷം 3.5 വർഷം ദൈവം ഇതിൻ്റെ ശുശ്രൂഷയെ തുടങ്ങി. 3.5 വർഷം ശുശ്രൂഷിച്ചു. അപ്പോൾ ദൈവത്തെ എപ്പോഴും പരിഹസിക്കുന്ന ഒരു കൂട്ടം, എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാമോ, കുറ്റം കണ്ടുപിടിക്കാമോ എന്ന് അലഞ്ഞു തിരിഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിരുന്നു. ഇവൻ പാപികളുടെ സ്നേഹിതൻ എന്നും ഭോജനപ്രിയൻ, ഭക്ഷണപ്രിയൻ എന്നും, ഇവൻ പൈശാചിക ശക്തി കൊണ്ട് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നും പലവിധമായ പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു. ഇവൻ സച്ചൻ്റെ മകനല്ലയോ എന്നും അനേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ പരിഹസിച്ചു കൊണ്ടിരുന്നു. ദൈവം അതിനൊക്കെ ചെവി കൊടുക്കാതെ പടി. ഹി ഫോക്കസ്ഡ് ഫോർ വാട്ട് ഹി സെൻഡ് ഫോർ. ദൈവം പിന്നെയും കൂടി കാൽവരി ക്രൂശിൽ ലോകത്തിൽ ഒരു മനുഷ്യരും സഹിച്ചിട്ടില്ലാത്ത ഒരു കഷ്ടതയെ ദൈവം അനുഭവിച്ചു. അതിനു മുൻപും അനുഭവിച്ചിട്ടില്ല, അതിനു പിൻപും ഒരു വ്യക്തിയും അനുഭവിക്കാതെ വണ്ണം ദൈവം തൻ്റെ ഇത്രയും അധികമായിട്ട് കഠിനമായ കാര്യങ്ങൾക്ക് ദൈവം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ. പക്ഷേ എങ്കിലും എന്ത് സംഭവിച്ചതെന്ത്? 3 വർഷം ദൈവം 3-ാം ദിവസം ദൈവം ജീവനോട് എഴുന്നേറ്റ്, മൂന്നാം ദിവസം ദൈവം ജീവനോട് എഴുന്നേറ്റ് ദൈവം അതിനുശേഷം ദൈവത്തിനൊരു മഹത്വം ലഭിച്ചു. ദൈവത്തിന് വലിയ ഒരു കൃപ ലഭിച്ചു. കോടാനക്കോടി ജനങ്ങൾ ഈ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് അവർ അനുഗ്രഹം പ്രാപിക്കുന്നു. ദൈവ തിരുവഴിയിൽ നടക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് ദൈവത്തെ അറിഞ്ഞപടിയാൽ, ദൈവഭയത്തോട് ജീവിക്കുന്ന പടിയാൽ പലവിധ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം, വരാം. എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം പറഞ്ഞിരിക്കുന്ന പ്രകാരമായിട്ട് ഈ കഷ്ടതകൾ ഒക്കെ ചില നാൾ മാത്രം, ഒരു പീരിയഡ് മാത്രം. അതിനുശേഷമായിട്ട് ഈ കഷ്ടത മാറി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭയം വരുവാൻ പോകുന്നു. ഒരു പക്ഷേ ഒരു രോഗനിമിത്തമായി ഈ രോഗം എന്നെ മരണത്തിലേക്ക് തള്ളിവിടുമോ, അതിനുശേഷം എൻ്റെ കുടുംബം എന്തായിത്തീരും എന്ന് ഭയപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരി, നിങ്ങൾ ഈ ഒരു കഷ്ടതയിലേക്ക് ദൈവം നടത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് അനേക പാഠങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഇന്നും വലിയ അനുഗ്രഹം തരുവാൻ വേണ്ടി മാത്രമാകുന്നു. ഇത് നിങ്ങളെ ഒരു ആപത്ത് കൊണ്ടുവരികയില്ല. ഇത് നിങ്ങൾ നശിപ്പിക്കത്തില്ല. നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ നശിപ്പിക്കത്തില്ല. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ലോകത്തിൽ കഷ്ടത തന്നെയാണ്, എനിക്ക് മരണം വരെ ഇതുവായി തീരുമെന്ന് വേദനയോട് കരയുന്ന എൻ്റെ പ്രിയ സഹോദര, എൻ്റെ സഹോദരി, നിങ്ങൾ ഒന്ന് അറിഞ്ഞുകൊള്ളണം. നിങ്ങൾക്ക് ഈ കഷ്ടത ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും അത് ചില നാൾ മാത്രം. ദൈവം അതിനുള്ളിൽ കൂടി നടത്തിക്കൊണ്ടുപോയി നിങ്ങൾ ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ദൈവം കൊണ്ടുപോകും. കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം. എങ്ങനെ ഒരു അല വന്ന് കടന്നു വന്ന് ഒരു നിശ്ചയിച്ച സ്ഥലത്തിൽ വന്നിട്ട് അത് മടങ്ങിപ്പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പൈശാചിക ശക്തി, പിശാച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളും അതിനും there is a limit for everything. God has commanded that ഇത്രയും ദൂരം നടന്നിട്ട് മടങ്ങിപ്പോ, ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് മടങ്ങിപ്പോ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ആയതുകൊണ്ട് ഭയപ്പെടേണ്ട.
നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. പക്ഷേ നാം എന്തു ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ കഷ്ടത വരുമ്പോൾ നാം ദൈവത്തെ മുറുകെ പിടിച്ചു കൊള്ളണം. ദൈവം നമ്മെ വിടുവിക്കും എന്ന് നമുക്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ചില മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യം, അവർ ദൈവത്തെ അറിയുന്നു, പലവിധമായ കഷ്ടങ്ങൾ വന്നപ്പോൾ അവർ പിൻവാങ്ങിപ്പോകുന്നു. They easily give up. ചിലർ അപാപത്തിൻ്റെ വഴിയിലേക്ക് കടന്നു പോകുന്നു. ഒരു പ്രശ്നം, തൻ്റെ ജീവിതത്തിൽ പ്രശ്നം വരുന്നു, അത് ആശ്വാസത്തെ തേടി പാപ വഴിയിലേക്ക് കടന്നു പോകുന്നു. അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു നന്മകൾക്ക് വേണ്ടി, ഒരു കാര്യം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവം തരുന്നവരെ പ്രാർത്ഥനയിൽ കാത്തു നിൽക്കാതെ അവർ മന്ത്രവാദത്തിലും പിശാചിൻ്റെ കാര്യങ്ങളിലും ജ്യോതിഷന്മാരുടെ അടുത്തും അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ടായ തെറ്റായ വഴികൾ പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ട വലിയ അനുഗ്രഹത്തെ അവർ നശിപ്പിച്ചു കളയും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് ഒരു പൂർണ്ണത്തോടു കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വിടുതല തരും. ശരി, എങ്ങനെയാണ് ഈ കഷ്ടതയിലേക്ക് നാം ഒരു ജയം പ്രാപിക്കുന്നത്? ഒരു ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നമ്മെ താമേ പരിശോധിച്ച് നോക്കണം. ഈ കഷ്ടത വരുവാൻ നമ്മിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നാം എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ പാപത്തിന് നിമിത്തമായിട്ട്, അനുസരണക്കേട് നിമിത്തമായിട്ട്, കുറവ് നിമിത്തമാണോ ഈ കഷ്ടതകൾ നമ്മെ തുടർന്ന് വരുന്നത് എന്ന് പരിശോധന ചെയ്ത് അതിൽ തെറ്റുണ്ടെങ്കിൽ നാം തെറ്റിനെ തിരുത്തണം. സമാധാനമാകേണ്ടത് സമാധാനം നടപ്പാക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ നാം സങ്കീർത്തനം 119 67 71 വായിച്ച് നോക്കുമ്പോൾ അവിടെ ദാവീദ് ഭക്തൻ പറയുന്നു, മുൻപേ ഞാൻ വഴിതെറ്റി നടന്നു, അവരുടെ പ്രമാണങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയായി നന്നായി എന്ന് പറയുന്നു. മുമ്പേ അദ്ദേഹം വഴിതെറ്റി നടന്നപടിയാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ കഷ്ടത വന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കഷ്ടത വരുവാൻ കാരണം എന്ന് ഓർക്കണം. ഒരു ചിലരെ ദൈവം പിടിച്ചെടുക്കും. അവർ തെറ്റായ വഴിയിൽ പോയിക്കൊണ്ടിരുന്നാൽ ദൈവം തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരും. ആദ്യം ഒരു ചെറിയൊരു ശിക്ഷയെ ദൈവം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കും. ചെറിയൊരു പ്രശ്നത്തെ അനുഭവിക്കും. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരുന്നു എന്ന് ദൈവം ഓർക്കും. നാം അതിലും കഠിന ഹൃദയപ്പെട്ട് നാം തിരിച്ചു വരാതിരുന്നാൽ ഇന്നുമായിട്ട് പ്രശ്നം കടന്നു വരും. ഇന്നുമായിട്ട് കൂടുതലായിട്ട് പ്രശ്നം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കോൺസിക്വൻസസ് വിൽ ബി മച്ച് ബിഗർ. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യുവാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ വഴികൾ, തെറ്റായ വഴി പോകാതെ വഴി ചെയ്യണം. എനിക്കൊരു പിതാവിനറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അദ്ദേഹത്തിനേക്ക് ദൈവിക വഴിയിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളായിക്കോട്ടെ പോയി അവസാനം ഒരുപാട് പ്രശ്നം കടന്നു വന്നപ്പോൾ ആ പിതാവ് ദൈവത്തിൻ്റെ പാദപ്പടിയിൽ വീണു. ദൈവം അവരെ വിടുവിച്ചു. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത്? നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് നാം ദൈവത്തെ അറിയാൻ നാം വൈകുന്നുണ്ട്. അങ്ങനെ നാം വഴിവെക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരാതിരിക്കുവാൻ തക്കവണ്ണം നാം അങ്ങനെ ചെയ്യുമ്പോൾ നാം ദൈവം അനുഗ്രഹിക്കും. അതേപോലെ ഈ യോബ് ഭക്തൻ്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ 23 10 അദ്ദേഹം പറയുന്നു, എൻ്റെ പരീക്ഷണം കഴിയുമ്പോൾ ഞാൻ പൊന്നായി വിളങ്ങും എന്ന് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നാമും കൂടി നമ്മുടെ ഈ പരീക്ഷണയിൽ ദൈവം കടന്നു കൊണ്ടുപോകൽ, ഈ പരീക്ഷ ദൈവം നമുക്ക് വഴി നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മെ നശിപ്പിക്കുവാനല്ല, നമ്മെ തകർക്കുവാനല്ല, മറിച്ച് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്. അന്ന് യോബ് ഭക്തൻ ആ പരീക്ഷണയോട് കടന്നു പോകുമ്പോൾ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഈ പരീക്ഷണ കഴിയുമ്പോൾ ഞാൻ പൊന്നായിട്ട് വിളങ്ങുമെന്ന് പറഞ്ഞു. അതേപോലെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കഷ്ടതയിൽ കൂടി, ഒരു പരീക്ഷയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കാം. യോബ് ഭക്തൻ കാണിച്ച അതേ ഒരു വിശ്വാസം, അതേ ഒരു പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. അതേപോലെ ഇങ്ങനത്തെ പരീക്ഷയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം ക്ഷമയോടെ കൂടി ഇരിക്കണം. വി ഷുഡ് ബി പേഷ്യൻസ്. ഒരു ദിവസം ദൈവം വിട്ടുവയ്ക്കും എന്നൊരു ഉറപ്പുണ്ടായിരിക്കണം. യാക്കോബ് 5:11 അവിടെ യോബുവിൻ്റെ ക്ഷമയെക്കുറിച്ച് അവിടെ ഒരു റെഫർ ചെയ്യുന്നു. ഈ പരീക്ഷണയിൽ നാം
ഒരു പേഷ്യൻസോട് കൂടി ക്ഷമയോട് കൂടി ഇരിക്കണം. ചിലർക്ക് എന്ത് പറഞ്ഞാൽ ക്ഷമയില്ല, ഇൻസ്റ്റൻ്റായിട്ട് ദേ വാണ്ട് സംതിങ്. ആ പ്രിയമുള്ളവരെ, അങ്ങനത്തെ അനുഗ്രഹം നമുക്ക് നിലയ്ക്കത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ കഷ്ടതയിൽ വിടുവിക്കുവാൻ തരണം നാം ക്ഷമയോടെ കാത്തിരിക്കണം. ഒരു പ്രത്യാശ വേണം, ദൈവം നമ്മെ വിടുവിക്കും എന്ന്. വി ഷുഡ് ഹാവ് വൺ ഹോപ്പ്. അതേപോലെ ദൈവം നമ്മെ വിടുവിക്കണമെന്ന് നാം വിശ്വസിക്കണം. അവിശ്വാസത്തോടു കൂടി ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ കഷ്ടതയിൽ നമ്മെ വിടുവിക്കത്തില്ല. ഒരു വിശ്വാസം വേണം, ദൈവം വരും. ചിലരെ പറയുമ്പോൾ എപ്പോഴും വിശ്വാസമായ കാര്യങ്ങൾ, എന്ത് സംഭവിക്കാൻ പോകുന്നു, എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാൻ പോകുന്നില്ല, എൻ്റെ മക്കൾക്ക് നന്മ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഞാൻ മരണം വരെ ഇങ്ങനെ തന്നെ ഇരിക്കും, ഇത് മാറത്തേ ഇല്ല എന്ന് അവിശ്വാസമായ വാക്കുകൾ പറയുന്നു. അവിശ്വാസമായ വാക്കുകൾ ദൈവത്തിൻ്റെ ദുഃഖപ്പെടുത്തുന്ന ഒരു കാര്യം. നാം വിശ്വാസത്തോടു കൂടി വിശ്വാസവാക്കുകൾ ചെയ്യുമ്പോൾ ദൈവം ആ കഷ്ടതയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. അവസാനമായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം പ്രാർത്ഥന. നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ കഷ്ടതയോടെ കടന്നു പോകുന്നു, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കഷ്ടതയിൽ കടന്നു പോകുന്നു, നിങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ കഷ്ടതയിൽ നിന്ന് ദൈവം വിടുവിക്കും. പ്രിയപ്പെട്ട, അത് എന്ത് വലിയ ഒരു കാര്യമായിരുന്നാലും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന പടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ട്. ആ കഷ്ടത വഴിയായിട്ട് ദൈവം ഇന്നുമായിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം ബലപ്പെടുത്തും. ഇന്നുമായിട്ട് ദൈവത്തെ അറിയുവാൻ ദൈവം കാര്യങ്ങൾ ചെയ്യും. അത് നിമിത്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനേകം 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 അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം ദൈവസന്നിധിയിൽ പ്രവചിച്ച് പറയുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പലർ ദൈവത്തെ അറിഞ്ഞ് ദൈവഭയത്തോട് ജീവിക്കുന്നവർ കഷ്ടതയിലും പ്രയാസങ്ങളോട് കടന്നുപോയി കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തളരേണ്ട, നിങ്ങൾ വേദനിക്കേണ്ട. ഈ ഒരു കഷ്ടതയിലൂടെ കൂടി നിങ്ങൾ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹം ചെയ്യുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം കൊണ്ടുവരുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വിചാരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അപ്പുറമായ ഒരു കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. അത്ര ദിവസങ്ങൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അടങ്ങിയിരിക്കണം. ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചോദിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ഈ ദൈവത്തെ ഞാൻ വിട്ടുവിലകുകയില്ല, ദൈവത്തിന് തിരഹിതമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുകയില്ല എന്നൊരു തീരുമാനത്തോടു കൂടി ഇരുന്ന് അന്ന് യോബു കാത്തിരുന്നത് പോലെ ഒരു ദിവസം ഈ പരീക്ഷണത്തിലൂടെ ഞാൻ കടന്നുപോയി, ഞാൻ വിജയിക്കും, ഞാൻ പിന്നെ പൊന്നായി വിളങ്ങുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളും തീർച്ചയായിട്ടും എൻ്റെ ദൈവം എൻ്റെ കഷ്ടതകൾക്കൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും. അതിനുശേഷം എൻ്റെ ജീവിതം നന്മയായി മാറും, എൻ്റെ ജീവിതത്തിൽ വിടുതലയോടെ മാറും എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അപ്രകാരം നിങ്ങൾ സംഭവിക്കും. പ്രിയമുള്ളവരെ, ദൈവത്താൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. He can turn around in your life in just a second. ഒരു മനുഷ്യരും നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യരും നിങ്ങൾക്ക് ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പഠിച്ചു പറിക്കുവാൻ പറ്റത്തില്ല. സകലത്തെയും തകർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൽ നന്മയും ദൈവത്താൽ ചെയ്യുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് അനേകർ ഒരു കഷ്ടതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആര് ഞങ്ങളെ വിടുവിക്കും? എവിടെ പോയി എനിക്ക് വിടുതല കാണിക്കണം? ക്ഷമയോടെ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ വിടുവിക്കും എന്ന് വിശ്വാസമുള്ള വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരട്ടെ. അതിനു വേണ്ടി ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കും. കഷ്ടതയിൽ വന്നാൽ, എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ഞാൻ പാപം ചെയ്യത്തില്ല, തെറ്റായ വഴി പോകത്തില്ല. ദൈവത്തിലിരുന്ന് എനിക്ക് നന്മ മതി, മറ്റു മനുഷ്യരുടെ നിന്ന് വേണ്ട, മറ്റ് ഷോർട്ട് കട്ട്സ് നിന്ന് വേണ്ട എന്ന് തീരുമാനമെടുക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ വരുന്നു. ഈ ഒരു നല്ലൊരു വചന സന്ദേശം ദൈവം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ടവർ അനേകർ കഷ്ടതയിലൂടെ കടന്നുകൊണ്ട് പോയിരിക്കുന്നപ്പ, അനേകരുടെ ഹൃദയം തകർന്നിരിക്കുന്ന പിതാവേ, അനേകർ കണ്ണീരിലിരിക്കുന്നപ്പ, അനേകർ ഉരുകി 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 വേദനപ്പെടുന്നപ്പ, ആരെന്നെ വിടുവിക്കും? ആരെന്നെ വിടുവിക്കും? എനിക്ക് വിടുതൽ എപ്പോൾ ഉണ്ടാകും?
എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ എങ്ങനെ ഒരു നന്മ ഉണ്ടാകും? എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മാറ്റമുണ്ടാകും? എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എപ്പോഴും മാറുമെന്ന് കരയുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പിതാവേ. ഒരു കൂട്ട ജനങ്ങളുണ്ട് പിതാവേ. പരിശുദ്ധ അപ്പാ, അങ്ങേക്ക് മാത്രമേ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങേക്ക് മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങേക്ക് മാത്രമേ ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന് വിടുതല കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അബ്ബാ പിതാവേ, അങ്ങും കഷ്ടതയിൽ കടന്നുപോയ ദൈവമായ പടിയാൽ അങ്ങേക്ക് ഈ വേദനകൾ നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. You know that pain, Lord, because you went through that pain. പരിശുദ്ധ അപ്പാ, അങ്ങ് വിടുതല കൊടുക്കണമേ. ആരൊക്കെ ഈ വചനത്തെ കേട്ട് ഈ വചനത്തിനെ അനുസരിച്ച് തന്നെ താഴ്ത്തി ഏതൊക്കെ സഹോദരൻ, ഏതൊക്കെ സഹോദരി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവം വിടുതല കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഇന്നും അധികം നാൾ നിലനിൽക്കത്തില്ല, അധികം നാൾ നിൽക്കത്തില്ല. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ദൈവത്തിൻ്റെ പാദപ്പടിയെ പറ്റി പിടിച്ചു കൊള്ളുക. ദൈവമേ, ഞങ്ങൾക്ക് സഹായിക്കണമേ, യേശുവെ സഹായിക്കണമേ, യേശുവെ വിടുതല തരണമേ, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് വിടുതല തരണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധ കഷ്ടതയും മാറ്റും. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ കഷ്ടതയോടുകൂടി കരയുന്ന ഓരോ സഹോദരന് വേണ്ടി, ഓരോ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തെക്കുറിച്ച് അവർ ഭയപ്പെടുന്നു അവയൊന്നുമില്ലാതായി പോകട്ടെ. ഏതൊരു കാര്യം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹ തടസ്സമായിരുന്നാലും ആ തടസ്സങ്ങൾ മാറിപ്പാട്ടെ. രോഗത്തിൽ വേദനയിലിരിക്കുന്നവർ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു ഭയപ്പെടുന്നവർക്ക് ദൈവം ഒരു സൗഖ്യം കൊടുക്കണമേ, ദൈവം വിടുതല കൊടുക്കണമേ. ദൈവം ഓരോ വേദനയിനാൽ കണ്ണുനീരാൽ കരയുന്ന ഓരോ ഭവനങ്ങളെയും ദൈവം സന്ധിക്കണമേ, അവിടെ ചെല്ലണമേ. അതിനുവേണ്ടി കരയുന്ന ഓരോ വ്യക്തി ജീവിതത്തിലും ദൈവം കടന്നു ചെല്ലണമേ, അവരെ ധൈര്യപ്പെടുത്തണമേ, അവരെ ബലപ്പെടുത്തണമേ, അവർക്ക് ദൈവം സൗഖ്യവും വിടുതലും ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. രോഗത്തിൽ നിന്ന് വിടുതല ദൈവം കൊടുക്കണമേ, അന്ധകാരത്തിൽ നിന്ന് വിടുതല കൊടുക്കണമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിടുതല കൊടുക്കണമേ. മറ്റും ഏതൊക്കെ അനുഗ്രഹത്തിന് കുറവിരിക്കുന്നു അതിൽ ദൈവം വിടുതല കൊടുക്കണമേ, അത്ഭുതം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്ന പടിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്ബാ, പരിശുദ്ധ പിതാവേ, എൻ്റെ പ്രിയ സഹോദരനെ, എൻ്റെ പ്രിയ സഹോദരി, ഈ ദൈവത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വം കാണും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം കാണും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പാറക്കല്ല് പോലെ തടസ്സം ഇരിക്കുന്നത് ആ തടസ്സം മാറും. നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളും സർപ്പങ്ങളും ദോഷങ്ങളും നിങ്ങളുടെ ഭവനത്തെ വിട്ട് മാറും. നിങ്ങളുടെ ഭവനത്തിലുള്ള അന്ധകാരം മാറി വെളിച്ചം ഉണ്ടാകും, നിങ്ങൾക്ക് നന്മ ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതല ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിൽ കാണപ്പെടുന്ന ദുഃഖങ്ങൾ മാറി സന്തോഷം ഉണ്ടാകും, കണ്ണുനീർ മാറി ദൈവം ചിരികളെ നിങ്ങളുടെ മുഖത്തിൽ ദൈവം വയ്ക്കും. പ്രിയമുള്ളവരെ, അബ്ബാ പിതാവേ, അവിടുത്തെ തൃപ്പാദത്തിൽ വരുന്നു. ഓരോ വ്യക്തിയും ദൈവം അനുഗ്രഹിക്കണമേ, ഓരോ വ്യക്തിയും അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിൽ ഏതൊരു കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു അതിൽ അത്ഭുതം ചെയ്യണമേ, വിടുതല കൊടുക്കണമേ, നന്മ കൊടുക്കണമേ, നീടിച്ച ആയുസ്സും ആരോഗ്യത്തെ കൊടുക്കണമേ. എല്ലാവിധ മരണഭയങ്ങൾ വിട്ടുമാറട്ടെ, എല്ലാവിധ അന്ധകാരങ്ങൾ വിട്ടുമാറട്ടെ. ഏതൊരു വ്യക്തി, ഏതൊരു പൈശാചിക ശക്തി അവർക്ക് എതിർത്ത് നിന്നാലും അതിൽ നിന്ന് ദൈവം വിടുതല കൊടുക്കാൻ പോകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സകലമാന മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം നിങ്ങൾക്ക് വലിയൊരു കാര്യത്തെ ദൈവം ചെയ്തിരിക്കുന്നു. വലിയ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന കഷ്ടതയ്ക്ക് ദൈവം ഉത്തരം തന്നിരിക്കുന്നു. അനേകർക്ക് വിടുതല ലഭിച്ചിട്ടുണ്ട്, അനേകർക്ക് ഇന്നും ചില ദിവസങ്ങൾ അത് സംഭവിക്കും. പക്ഷേങ്കിലോ അതിനു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. വരും ദിവസങ്ങളിൽ നിങ്ങൾ വലിയൊരു ജയത്തെയും വിടുതലയും കാണും. ഞാനിപ്പോൾ പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു. വീണ്ടും ഒരു മറ്റൊരു ചിന്തയോട് വരുന്നവരെ ഞാൻ പ്രാർത്ഥനയോട് നിർത്തുന്നു. ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.